പ്രൈസ് ദി ലോർഡ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ, യഹോവ കൽപ്പിച്ച കാര്യമാവിത്: ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വെച്ചെങ്കിലും പാളയത്തിന് പുറത്തു വെച്ചെങ്കിലും അറുക്കയും അതിനെ യഹോവയുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവന് രക്തപാതകമായി എണ്ണേണം. അവൻ രക്തം ചൊരിയിച്ച് ആ മനുഷ്യനെ അവൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇസ്രായേൽ മക്കൾ വെളിമ്പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ അടുക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു. പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അവർ പരസംഗമായി പിന്തുടരുന്ന ഭൂതങ്ങൾക്ക് ഇനി തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇതു തലമുറ തലമുറയായി അവർക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാഗമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവൻ്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നോ ഛേദിച്ചു കളയും. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത്, നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്നു ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടണം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവധാരമായ രക്തം തന്നെ. അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട്, യാതൊരു ജഡത്തിൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത്. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ, അത് ഭക്ഷിക്കുന്നവനെ എല്ലാം ഛേദിച്ചു കളയണം. താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നുന്നവനൊക്കെയും സ്വദേശിയായാലും പരദേശിയായാലും വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും. വസ്ത്രം അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റം വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചന വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.